ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അപ്പൂപ്പൻ ആൻഡ് ദി ബോയ്, ഒരു യൂട്യൂബ് ചാനലാണേ. അതിൽ 2 ദിവസം മുന്നേ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രാനി, ഡയറക്ടർ അനന്തരാമൻ, അജയ്. ഇതിനകത്ത് കൂടുതൽ ക്യാരക്ടർ ഒന്നുമില്ലേ, 2 പേരേ ഉള്ളൂ. അപ്പം റോണിയും ഇതിൻ്റെ ഈ ടൈറ്റിലിൻ്റെ ക്യാരക്ടറുമായ ഗ്രാനിയും, ഇവർ 2 പേരുടെയും ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത്. റോണിയായിട്ട് ഇതിനകത്ത് ഒരു ആക്ടർ ശിവരാജാണ് ഇതിൻ്റെ ഇത് റോണിയായിട്ട് ചെയ്തേക്കുന്നത്. ഗ്രാനി KPSC ലീല. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, കിടിലൻ പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടിട്ട് എനിക്കൊരു പ്രമേയുഗത്തിൻ്റെ ഒരു ടച്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആ പ്രമേയുഗത്തിൻ്റെ തീം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ആ മനയെ വരുന്നതും പിന്നെ അവിടുന്ന് തിരിച്ചു പോകാൻ പാടുപെടുന്നതായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ പ്രമേയുഗത്തിൽ പറഞ്ഞു വരുന്നത്. അതിൻ്റെ വേറൊരു വേർഷൻ, ഒരു 40 മിനിറ്റാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ദൈർഘ്യം. കൂടുതലും ഇതിനകത്ത് ബോറൊന്നും അടുപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഇത് ഒരു ക്ലൈമാക്സ് ഒക്കെ ആയപ്പം ഒരു വല്ലാതെ ഒരു വലിപ്പിച്ചേക്കുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. തുടക്കമൊക്കെ കിടിലായിരുന്നു, ഈ നറേഷനൊക്കെ കിടിലാണ്. ഇതിൻ്റെ DOP ഒക്കെ ചെയ്തേക്കുന്നത് വിജയ് കൃഷ്ണൻ ആറാണ് ഇതിൻ്റെ DOP ഒക്കെ ചെയ്യുന്നത്. DOP ഒക്കെ കിടില്ല. പക്ഷേ ചിലയിടത്ത് നമ്മൾ ഇതിനകത്ത് ഏറെ കൂടുതലും ഭാഗം ഒരു രാത്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. രാത്രിയിൽ ഞാൻ ഈ ഷോർട്ട് ഫിലിം കണ്ടതും രാത്രിയിലാണ്, രാത്രിയിൽ ലൈറ്റെല്ലാം അണച്ചിട്ട്. പക്ഷേ നമ്മൾ ചില ഷോട്ട് നോക്കുമ്പം ഇതിനകത്ത് രാത്രി സ്ക്രീൻ മൊത്തം ഇരുട്ട് ആയിട്ടൊക്കെ ഇരിക്കും, അതിന് താളെ കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഇത് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതൊക്കെ എന്നുള്ള എഡിറ്റ് ചെയ്തേക്കുന്നത് മിഥുനാണ്. എഡിറ്റൊക്കെ ചെയ്തേക്കുന്നത് കൊള്ളാം. ആ ചെവിയുടെ ശബ്ദവും ഇതെല്ലാം കറക്റ്റ് രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു തുടക്കം കിട്ടിയ ഒരു ഇൻട്രസ്റ്റിങ് അതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പം ഒരു പുകയായിട്ട് കളഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇത് കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു തോന്നി. അത്യാവശ്യം പെർഫോമൻസ് വെച്ച് KPSC ലീല പുള്ളിക്കാരി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡയലോഗ് ഡെലിവറി ആയാലും ഓരോരുത്തരുടെ നോട്ടമായാലും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കാര്യം പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഭയങ്കര രീതിയിൽ പേടിപ്പിക്കുന്ന വെച്ചാൽ വെളിയിൽ ഒരു ശബ്ദമുണ്ട്, അത് നിങ്ങളൊന്ന് സഹിക്കുക. അപ്പോൾ അപ്പുറത്ത് കാട് വെട്ടിക്കൊണ്ടിരിക്കുക, അപ്പം അതിൻ്റെ ശബ്ദമാണ്. അപ്പോൾ എന്തുമായാലും തുടക്കം കിട്ടിയ ഒരു ഇൻട്രസ്റ്റിങ് അതിൻ്റെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ കിട്ടിയില്ല. ഇതായത് പേടിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അത് കൂടുതലും പുകയായിട്ട് പോയിട്ടുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞ് ഇതൊരു മോശം ഷോർട്ട് ഫിലിം അല്ല. ഒരു ചെറിയ ക്രൂവിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ ഉള്ള ഒരു രീതിയിലുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ തന്നെ, അതായത് KPSC ലീല എന്ന് പറയുന്ന അവരുടെ ഒരു ഹൊറർ ഷോർട്ട് ഫിലിം വെബ് സീരീസ് വേറെ വന്നിട്ടുണ്ട്. മുത്തശ്ശി എന്ന് പറയുന്നത്, അതിൻ്റെ റിവ്യൂ അത് ഞാൻ കണ്ടില്ല. അത് കണ്ടിട്ട് ഉടനെ ഞാൻ എൻ്റെ റിവ്യൂ കൂടെ ഇട്ടേക്കാം. അതും നല്ല റിവ്യൂ കിടക്കുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിം എന്നിലെ ഒരു പ്രേക്ഷകനെ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ ഓക്കെ ഉള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ രാത്രിയിലൊക്കെ ഉള്ള ഒരു ഷോട്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ എടുക്കാമായിരുന്നു തോന്നി. ഇത് രാത്രി കണ്ടപ്പോൾ മൊത്തം രാത്രി എന്നിട്ട് ആൾക്കാരെ കാണാനില്ല, അതേപോലെ തോന്നിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് കൊണ്ട് ആരും മോശമല്ല, കിടിലായിട്ട് 2 പേരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പേടിക്കുന്ന സീനും എക്സ്പ്രഷനും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു ക്ലൈമാക്സിലൊരു പോരായ്മ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.